പവർ ബാങ്ക്. ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ചെക്ക് ഇൻ ബാഗേജിൽ ലഗേജിന്റെ കൂട്ടത്തിൽ ഇടാൻ പാടില്ല. പകരം ഹാൻഡ് ബാഗേജിൽ നമുക്ക് കയ്യിലെടുക്കാം. എന്നാൽ ഇത് ഇപ്പോഴും അറിയാത്ത യാത്രക്കാരുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഫിലിപ്പൈൻസിലെ റോക്സസ് എയർപോർട്ടിൽ ഒരു പാസഞ്ചർ പവർ ബാങ്ക് ലഗേജിലിട്ടു. സെക്യൂരിറ്റി സ്ക്രീനിങ്ങിൽ അത് കണ്ടുപിടിച്ചു. ആൻഡ് അത് എടുത്തു മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഇടയിൽ ഈ പവർ ബാങ്കിന് തീ പിടിച്ചു, അത് പൊട്ടിത്തെറിച്ചു. കാരണം ഈ പവർ ബാങ്കിലുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ്. സോ ഇത്തരം ബാറ്ററിയിലുള്ള ഡിവൈസുകൾ നമ്മൾ ലഗേജിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ബാഗേജ് ഹോൾഡിലും കാർഗോ ഹോൾഡിലും ഒക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഈ ബാറ്ററിക്ക് എന്തെങ്കിലും ഡാമേജ് വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവുന്നു, അത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ലഗേജ് ഹോൾഡിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഫയർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. അതേസമയം ക്യാബിനകത്താണ്, അതേസമയം നമ്മുടെ ഹാൻഡ് ബാഗേജിലാണെങ്കിൽ ഈ സ്മോക്ക് ഉണ്ടാവുന്ന സമയത്ത്, ഫയർ കാണുന്ന സമയത്ത് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനും തീ അണയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്തരം ഡിവൈസുകൾ നമ്മൾ ഹാൻഡ് ബാഗേജിന്റെ കൂട്ടത്തിൽ നമ്മൾ കയ്യിലെടുക്കണം എന്ന് പറയുന്നത്. ലിഥിയം അയൺ ബാറ്ററി ഉള്ള പവർ ബാങ്ക് മാത്രമല്ല കേട്ടോ, സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്പ്, ടാബ്, ക്യാമറ ബാറ്ററി, ഡ്രോൺ ബാറ്ററി, സ്പെയർ ബാറ്ററീസ്, അതേപോലെ ഇ സിഗരറ്റ്സ്, ദെൻ ബ്ലൂടൂത്ത് സ്പീക്കർ, അപ്പോൾ ഇത്തരം ഡിവൈസുകളൊക്കെ തന്നെ നമ്മൾ ഹാൻഡ് ബാഗേജിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാം.